ഭവന നിർമ്മാണം, കാർഷിക മേഖല, അടിസ്ഥാന സൗകര്യം, കായിക വിനോദം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകിയുള്ള ചെങ്കള ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റായ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ജാസ്മിൻ കബീർ ചെർക്കളം അവതരിപ്പിച്ചു. 62,06,77,177 രൂപ പ്രതീക്ഷിത വരവും 59,56,91,000 രൂപ പ്രതീക്ഷിത ചെലവും 2,49,86,177 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ എന്തുമാകട്ടെ എല്ലാം ഒരു കുടക്കീഴിൽ. മനസ്സിന് സംതൃപ്തിയേകുന്ന യഥാർത്ഥ ഷോപ്പിംഗ് അനുഭവത്തിനായി ഉടൻ സന്ദർശിക്കുക ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, വിദ്യാനഗർ റോഡ്, ഉളിയത്തടുക്ക. പ്രധാന മേഖലയായ ഉൽപാദന മേഖലയിൽ കാർഷിക രംഗത്ത് ഈ വർഷം 75 ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 30 ലക്ഷം രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ചെങ്കള FHCയുടെ സുഗമമായ നടത്തിപ്പിന് 80 ലക്ഷം രൂപയും ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് 25 ലക്ഷം രൂപയും ആയുർവേദ ആശുപത്രിയുടെ പുരോഗതിക്കായി 24 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണ പദ്ധതിക്കായി 1,60 ലക്ഷം രൂപയും വിദ്യാഭ്യാസ പുരോഗതിക്കായി 60 ലക്ഷം രൂപയും ചിലവഴിക്കും. അംഗൻവാടികളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി 1,95 ലക്ഷം രൂപയും വനിതാ ക്ഷേമത്തിനായി 40 ലക്ഷം രൂപയും ഉന്നതി വികസനത്തിനായി 70 ലക്ഷം രൂപയും പട്ടികവർഗ ക്ഷേമ പദ്ധതികൾക്കായി 20 ലക്ഷം രൂപയും കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ, ഭിന്നലിംഗക്കാർ എന്നിവയുടെ ക്ഷേമത്തിനായി 22 ലക്ഷം രൂപയും ചിലവഴിക്കും. കഴിഞ്ഞ ഭരണസമിതികൾ അവതരിപ്പിച്ച ബജറ്റിലെ വികസന ക്ഷേമ പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ സത്യസന്ധമായും സമയബന്ധിതമായും സുതാര്യമായും നടപ്പിലാക്കി ബാക്കിയുള്ള പദ്ധതികൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചതെന്നും വൈസ് പ്രസിഡന്റ് ജാസ്മിൻ കബീർ ചെർക്കളം പറഞ്ഞു. ഉൽപാദന മേഖല, കാർഷിക വിളവുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ പഞ്ചായത്ത്. ഭൂരിപക്ഷ പ്രദേശങ്ങളിലും തെങ്ങ്, കവുങ്ങ്, നെല്ല്, പച്ചക്കറി, കശുവണ്ടി എന്നിവ കൃഷി ചെയ്തു വരുന്നു. വിവിധ കാരണങ്ങളാൽ കർഷകരുടെ ചെലവ് വർദ്ധിക്കുകയും ഉൽപാദനവും വരുമാനവും കുറയുകയും ചെയ്യുന്നു. ജലസേചന സൗകര്യങ്ങളുടെ കുറവും ഒരു പോരായ്മയാണ്. കൂടാതെ കാർഷിക വിളവുകൾക്കുണ്ടാകുന്ന വിവിധ രോഗങ്ങൾ കർഷകരുടെ നട്ടെല്ലൊടിക്കുന്നു. അതുകൊണ്ട് കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാർഷിക വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചും ഇടവിള കൃഷികൾ ചെയ്തും സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. കാർഷിക മേഖലയിൽ ഈ വർഷം 75 ലക്ഷം രൂപ ചെലവഴിക്കും. മറ്റൊരു ഉൽപാദന മേഖലയായ മൃഗസംരക്ഷണ മേഖലയും തകർച്ചയുടെ വക്കിലാണ്. മൃഗങ്ങൾക്കുണ്ടാകുന്ന വിവിധ രോഗങ്ങൾ ഇതിന്റെ ഗുണഭോക്താക്കളെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നു. എങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ പ്രശംസനീയമാം വിധം 2 ഡയറി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. ക്ഷീരവികസന മേഖല ഇന്ന് സ്വയം പര്യാപ്തതയിലേക്ക് വളർന്നു വന്നിരിക്കുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ഈ വർഷം 30 ലക്ഷം രൂപ ചെലവഴിക്കും. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഭരണ നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിന് കീഴിൽ വരുന്ന വിവിധ വകുപ്പുകളിലെയും മേധാവികൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ബജറ്റിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.